ഇത് കേട്ട എന്തായാലും നിങ്ങൾ ഞെട്ടും. ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഇടിക്കഥേനെ പറ്റിയിട്ടാണ്. എല്ലാ ദിവസത്തെയും പോലെ കുളിച്ചൊരുങ്ങി നേരെ സ്നാപ്പറും എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. സ്നാപ്പർ എന്ന് പറയുന്നത് ഇവിടെ ട്രെയിനിൽ ടിക്കറ്റിന് പകരം നമ്മൾ ടാഗ് ഓഫ് ചെയ്യുന്ന സാധനമാണ്. എല്ലാ സ്റ്റേഷനിലും ടാഗ് ഇൻ ചെയ്യാനും ഇറങ്ങുന്ന സ്ഥലത്ത് ടാഗ് ഓഫ് ചെയ്യാനും ഉള്ള സാധനങ്ങളുണ്ട്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പം ഇതേ നിൽക്കുന്നു റോക്കിനെ പോലത്തെ ഒരു ചങ്ങായി, ഒരു പെണ്ണുമായിട്ട് എന്തൊക്കെയോ പ്രശ്നമാണ്. ഞാൻ മൈൻഡാക്കിയില്ല. ഞാൻ നേരെ പോയി സ്നാപ്പർ ടാഗ് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് അടിച്ചു. അപ്പോൾ ഈ ചങ്ങായി എൻ്റെ അടുത്തേക്ക് കൂടെ പോയി. അപ്പോൾ ഞാൻ ആ പുള്ളീനെ ഒന്ന് നോക്കിപ്പോയി. അവിടെയാണ് യഥാർത്ഥ പ്രശ്നം. പണി പാളി. അവൻ നേരെ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, വൈ യു ആർ സ്റ്റെയറിങ് അറ്റ് മീ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രോ ഐ എം നോട്ട് സ്റ്റെയറിങ് അറ്റ് യു എന്ന് പറഞ്ഞു. അവനതൊന്നും കേട്ടില്ല. അവൻ നേരെ കുറച്ച് ദൂരം പോയി. പിന്നെ നേരെ തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഡു യു വോണ്ട് എ പഞ്ച് എന്ന് ചോദിച്ചു. ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ, ഡു യു വോണ്ട് എ പഞ്ച് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാനിങ്ങനെ തലകത്തി ഇങ്ങനെ നിന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ചുറ്റും എല്ലാ സൈഡിൽ നിന്നും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, റെയിൽവേ സ്റ്റേഷനാണല്ലോ. അവരൊക്കെ അവിടെ അങ്ങ് നിന്നു. അവൻ അത്രയും അഗ്രസീവാണേ. അങ്ങനെ അങ്ങ് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും ചെറിയൊരു പേടി വന്നു. കാരണം ഇവൻ്റെ സൈസൊക്കെ ഉണ്ടല്ലോ, ആനയെ ഉറുമ്പ് നിൽക്കുന്ന പോലെ ഉണ്ടാവും. ഞാൻ ഉറുമ്പ്, അവൻ ആന. ഞാനൊന്നും മിണ്ടിയില്ല. കുറച്ച് ദൂരം അവൻ മുമ്പോട്ട് പോയിട്ട് പിന്നെ അവൻ ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഐ വിൽ ഗിവ് യു എ പഞ്ച് എന്നും പറഞ്ഞിട്ട് ഒരൊറ്റ ഇടി എൻ്റെ നെഞ്ചിനിട്ട്. പിന്നെ ഒന്നും ഓർമ്മയില്ല. നല്ലൊരു വേദന. ഒന്നും ചെയ്യാൻ പറ്റില്ല. പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ചെറിയ പിള്ളേരാന്ന് തോന്നുന്നു. സൈസ് നോക്കിയിട്ട് കാര്യമില്ല. പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്താലും ഒരു കാര്യമില്ല. ഇവരൊന്നും ചെയ്യില്ല, വെറുതെ വിടും. പിന്നെ ഇതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി അവൻ്റെ ഗ്യാങ്ങുമായിട്ട് നാളെ വീട്ടിൽ കയറി വന്നാൽ അത് വേറെ പ്രശ്നമാകും. അതുകൊണ്ട് ഞാൻ പിന്നൊന്നും മിണ്ടാൻ പോയില്ല. ബട്ട് ദ ഗുഡ് പാർട്ട് ഈസ്, ഞാൻ ആ സ്റ്റേഷനിൽ നിൽക്കുകയാണ് ട്രെയിൻ കാത്തിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ നിന്നുകൊണ്ടിരുന്ന ആൾക്കാർ മുഴുവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, സോറി ഫോർ യു, എന്താ പ്രശ്നം, എന്താ സംഭവിച്ചത്, നീ ഓക്കെ അല്ലേ, ഇവിടെ അങ്ങനെയാണ്, ചില ആൾക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സമാധാനിപ്പിക്കാൻ നോക്കി. പക്ഷേ എനിക്ക് അത്രയ്ക്ക് വലിയ സമാധാനമൊന്നും ഉണ്ടായില്ല. എന്നാലും ഇങ്ങനെ ഒരു സംഭവം നടന്നു. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടോണമെന്നില്ല. നമ്മൾ സ്റ്റെയർ ചെയ്യുന്നതായിട്ട് അവർക്ക് തോന്നിയാലും അല്ല, നമ്മളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാവുന്നതേ ഉള്ളൂ. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എവിടെയെങ്കിലും വഴിയിൽ അടിയോ വഴക്കോ ആരെങ്കിലും വല്ലതും പുകച്ച് നടക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ അവരെ സ്റ്റെയർ ചെയ്ത് നോക്കരുത്. നേരെ തല താത്തി എങ്ങോട്ടെങ്കിലും നടന്നു പോയിക്കോളുക. പീസ് ഔട്ട്.